ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കേരള അഗ്രിഗുരുവിൻ്റെ കേരള PSC ഫാം അസിസ്റ്റൻറ്റിൻ്റെ ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. എൻ്റെ പേര് കല്യാണി. ഈ സെഷൻസ് രണ്ട് സെഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈ ടോപ്പിക്ക്. ഫസ്റ്റ് ടോപ്പിക് ഇന്നാണ്, അത് കഴിഞ്ഞിട്ടുള്ളത് മെയ് 12-നാണ്. അപ്പം ഞാൻ ഓഡിബിൾ ആണ്, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട. ഞാനൊരു PDF ഇപ്പം പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് കാണാമെങ്കിൽ എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഇത് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ഇത് ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം എനിക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പം ഓർണമെന്റൽ ഫ്ലവേഴ്സ് ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്ലൈഡാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് കാണാമോ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മുടെ ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിങ്ങിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഓർണമെന്റൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ്. മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ഫ്ലവേഴ്സ് ഉണ്ട്, കട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ലൂസ് ഫ്ലവേഴ്സ് ആണ്, ഏരിയയുടെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ഷന്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെ കട്ട് ഫ്ലവേഴ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ റോസ്, ഗ്ലാഡിയോളസ് അതുപോലുള്ള പ്രത്യേകതരം കട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്ന ഈ 1 hour സെഷനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും പിന്നെ ഗാർഡനിങ്ങിന്റെ കുറച്ച് കമ്പോണൻസും കൂടെയാണ്. ബാക്കി ലാൻഡ്സ്കേപ്പിങ്ങും ഗാർഡനിന്റെ കമ്പോണൻസിന്റെ ഡീറ്റെയിൽ സെഷനും അടുത്ത ക്ലാസ്സിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലാന്റ് സ്പേസ്, അതായത് യഥാർത്ഥത്തിൽ ഔട്ട്ഡോഴ്സ് ആണ്. അതായത് ഡിസ്പ്ലേ കൾട്ടിവേഷൻ എന്താണ്, നമുക്കൊരു റിക്രിയേഷന് വേണ്ടി, എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നേച്ചറിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്ഡോർ സ്പേസസിനെയാണ് ഗാർഡൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഗാർഡനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടേം ആണ് ലാൻഡ്സ്കേപ്പിംഗ്. ഇപ്പം വീടൊക്കെ കൺസ്ട്രക്ഷന്റെ ഏറ്റവും എപ്പോഴും കൺസ്ട്രക്ഷന്റെ കൂടെ പറയുന്ന ഒരു വാക്കാണ് ലാൻഡ്സ്കേപ്പിംഗ്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ലാൻഡിനെ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനകത്തേക്ക് നമ്മൾ എന്തൊക്കെ ലിവിങ് എലമെന്റ്സും നോൺ ലിവിങ് എലമെന്റ്സും ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അത് സത്യത്തിൽ അതൊരു ഗാർഡനിനകത്ത് നമ്മൾ നേച്ചറിന്റെ ഒരു ഇമിറ്റേഷൻ ആണ്. അതാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ബിസിനസ് ഐഡിയ ആയിട്ടും ഒരു കരിയർ ആയിട്ടും ഒക്കെ ഇപ്പം ആൾക്കാരത് പെർസ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്താണെന്ന്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് റിലേറ്റഡ് ടു ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, ഫ്ലോറിക്കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയണമല്ലോ. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും പിന്നെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സ്, ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ നമുക്ക് അർത്ഥം വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പം ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അറേഞ്ചിങ് ലാൻഡ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോർ ഹ്യൂമൻ യൂസ്, കൺവീനിയൻസ് ആൻഡ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ടേം ആണ് ബയോ എസ്തെറ്റിക് പ്ലാനിങ്. ബയോ എസ്തെറ്റിക് പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബയോ എസ്തെറ്റിക് പ്ലാനിങ് എന്ന് പറയുന്നത് ആര് കോയിൻ ചെയ്ത ടേം ആണ്. ഇതൊക്കെ നമ്മൾ ഫ്ലോറിക്കൾച്ചർ പഠിക്കുമ്പോൾ UG ബേസിസിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബയോ എസ്തെറ്റിക് പ്ലാനിങ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ലാൻസ്ലെറ്റ് ഹോഗ്ബെൻ എന്ന് പറയുന്ന ഒരാളാണ്. ലാൻസ്ലെറ്റ് ഹോഗ്ബെൻ. അത് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ദ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് സറൗണ്ടിങ്സ് എന്നാണ് ബയോ എസ്തെറ്റിക് പ്ലാനിങ്ങിന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള പല സിറ്റീസും ബയോ എസ്തെറ്റിക്കലി പ്ലാൻഡ് സിറ്റീസ് ആണ്. അതിനകത്ത് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് നോർത്ത് ഇന്ത്യയിലെ ഏത് സിറ്റിയാണ് ബയോ എസ്തെറ്റിക്കലി പ്ലാൻഡ് എന്നുള്ളത്, അത് ചണ്ഡീഗഡ് ആണ് അതിന് ഉത്തരം. അതേസമയം സൗത്ത് ഇന്ത്യയിൽ ബയോ എസ്തെറ്റിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബയോ എസ്തെറ്റിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത് 3 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്താണ് ബയോ എസ്തെറ്റിക് പ്ലാനിങ് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി വരുന്നത് എന്താണ് ഫ്ലോറിക്കൾച്ചർ. ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത് ഇതായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫ്ലോറിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അതിനകത്ത് നമ്മൾ വെറുതെ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് മാത്രമല്ല,
ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് ഫോളിയേജസ് ഉണ്ട്, ക്ലൈംബേഴ്സ് ട്രീസ്, കാക്ടസ്. ഒരു ഗാർഡനിൽ എന്തൊക്കെ വേണമോ അതെല്ലാം ഉണ്ട്. അതിനൊക്കെ പുറമെ വാല്യൂ അഡീഷനും പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഫ്ലവേഴ്സും എല്ലാം ഫ്ലോറിക്കൾച്ചറിനകത്ത് വരുന്നു. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ്, നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സെഷനകത്ത് ഡീൽ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ കുറച്ച് ഡീറ്റെയിലിങ്ങും പ്ലാന്റിങ്, കൾട്ടിവേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളും, പിന്നെ ഗാർഡൻ കമ്പോണൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈനും മാത്രമാണ്. ബാക്കി ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളെല്ലാം അടുത്ത സെഷനിലാണ് വരുന്നത്. അപ്പം അത് ഇതിന്റെ ലാസ്റ്റ് നമുക്ക് ഒരു എന്തെങ്കിലും ഡിസ്കഷൻ പോലെ എന്തെങ്കിലും ഇപ്പൊ ഡൗട്ട് ക്ലിയറിംഗ് സെഷനായിട്ട് വെക്കാൻ പറ്റും. എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ലാസ്റ്റ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടാണ്. കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, കട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. കട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലവർ അറേഞ്ച്മെന്റ്സിന് ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വലിയ സ്റ്റെമ്മോട് കൂടി ഉള്ളതാണ്. പൊതുവെ കട്ട് ഫ്ലവേഴ്സ് അങ്ങനെയാണ് വരുന്നത്, വലിയ സ്റ്റെമ്മോട് കൂടി വരുന്നത്. നമ്മൾ അതായിട്ട് തന്നെ ഗിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെന്റ് നടത്തും. ഇപ്പൊ റോസ്, ജർബറ, കാർണിഷൻ, ഓർക്കിഡ്സ്, ആൻതൂറിയംസ്, ഗ്ലാഡിയോളസ്, ഇതെല്ലാം കട്ട് ഫ്ലവേഴ്സിൽ വരുന്നതാണ്. ലൂസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മെയിൻ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലൂസ് ഫ്ലവേഴ്സിന്റെ കൾട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മൾ കുറെ കൂടി ട്രഡീഷണൽ ആൻഡ് റിലീജിയസ് ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ടെമ്പിൾസിലും ബാക്കി കാര്യങ്ങളും ഫംഗ്ഷൻസിന്, ഇപ്പൊ വെഡ്ഡിങ്സിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഗാർലൻഡ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലത്തെ ജാസ്മിൻ, മാരിഗോൾഡ്, ട്യൂബറോസ്, ക്രിസാന്തിമ, അങ്ങനെയുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് ആണ് ലൂസ് ഫ്ലവേഴ്സ്. ഇത് തന്നെ ഒരു മാസ് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ ഇപ്പൊ ചെറിയ സ്റ്റോക്കോട് കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. മറ്റത് സിംഗിൾ ഫ്ലവേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഓരോ ഫ്ലവേഴ്സും വലുതായിരിക്കും. പിന്നെ റോസൊക്കെ തന്നെ, റോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബോത്ത് കട്ട് ഫ്ലവർ ആൻഡ് ലൂസ് ഫ്ലവർ ആണ്. ട്യൂബറോസ് അതുപോലെ തന്നെയാണ്. കട്ട് ഫ്ലവർ ആയിട്ടും ലൂസ് ഫ്ലവർ ആയിട്ടും ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ഫ്ലവർ ആണ് റോസും, പിന്നെ ഒന്ന് ട്യൂബറോസും. പിന്നെ പെർഫ്യൂമറി ഇൻഡസ്ട്രിയിൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫ്ലവേഴ്സിന് ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് എസെൻഷ്യൽ ഓയിൽ ഇൻഡസ്ട്രി എല്ലാം ഭയങ്കര ബ്ലൂമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് റോസിൽ നിന്ന് ട്യൂബറോസ്, റോസ്, ലാവൻഡർ ഒക്കെ വളരെ ഫേമസ് ആണ്, ജാസ്മിൻ, ഇതിൽ നിന്നെല്ലാം എസെൻഷ്യൽ ഓയിൽ ഈൽഡിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. ഹെലിക്രൈസം എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടിയിൽ പൂ എന്ന് പറയുന്ന ഊട്ടിപ്പൂവാണ് ഹെലിക്രൈസം. അതിന്റെ ഡ്രൈ ഫ്ലവേഴ്സ് വളരെ ഫേമസ് ആണ്. അതുപോലെ ഗോംഫ്രിന, മാരിഗോൾഡ്, റോസ്, ലിമോണിയംസ്, അങ്ങനത്തെ കുറെ ഫ്ലവേഴ്സ് ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രി ഭയങ്കര എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രി. ഫ്ലോറിക്കൾച്ചറിനകത്തുള്ള ബിസിനസ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഈ ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രിക്കാണ് ഉള്ളത്. എസെൻഷ്യൽ ഇൻഡസ്ട്രിക്കും ഉണ്ട്, അതുപോലെ ഡ്രൈ ഫ്ലവർ ഇൻഡസ്ട്രി. പിന്നെ ഇപ്പൊ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇതാണ് പിഗ്മെന്റ് എക്സ്ട്രാക്ഷൻ. അതായത് ഈ ഫ്ലവേഴ്സ് മിക്കവാറുള്ള എല്ലാ ഫ്ലവേഴ്സിനും നല്ല കളറുണ്ട്. ആ കളറിന് കാരണം എന്ന് പറയുന്നത് അതിനടങ്ങിയിട്ടുള്ള പിഗ്മെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിൽ നിന്നുള്ള പിഗ്മെന്റ്സ് എടുത്തുകൂടാ? അതെടുത്ത് ഇപ്പം ഫുഡ് ഐറ്റംസിനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഇത് കൊണ്ടാണ് പിഗ്മെന്റ് എക്സ്ട്രാക്ഷൻ. കാര്യം കളേഴ്സ് എപ്പോഴും സിന്തറ്റിക് കളേഴ്സ് ആണ് കൂടുതൽ ചീപ്പർ ആയിട്ടുള്ള, കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നത് കൊണ്ട് നമ്മൾ സിന്തറ്റിക് കളേഴ്സിന് പുറകെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ എല്ലാവരും എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് നാച്ചുറൽ കളേഴ്സ് എങ്ങനെ എടുക്കാം, അത് പിഗ്മെന്റ്സ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, അതെങ്ങനെ ഫുഡിലും ടെക്സ്റ്റൈൽസിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് ഇപ്പം പിഗ്മെന്റ് എക്സ്ട്രാക്ഷനും വളരെ എമർജിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്ലോറിക്കൾച്ചർ. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് ഇതിപ്പം POP ഫോളോ ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഫ്ലവേഴ്സ് നമ്മളെ കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഏരിയ ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഏറ്റവും 2022 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ പറ്റും, ഏരിയയും പ്രൊഡക്ഷൻ. അത് ഞാൻ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏരിയയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ്. പ്രൊഡക്ഷന്റെ കാര്യത്തിലും കർണാടകയാണ്. പിന്നെ ലൂസ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ കൂടുതൽ ഏരിയ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏരിയ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലൂസ് ഫ്ലവർ ജാസ്മിൻ ആണ്. ഇതുപോലത്തെ കുറച്ച് കാര്യം. പിന്നെ എക്സ്പോർട്ടിന്റെ പെർസെൻറ്റേജ് എല്ലാം അപ്പയുടെ സൈറ്റിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. ഏറ്റവും റീസെന്റ് 2021-22
യഥാർത്ഥത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടില്ല, എസ്റ്റിമേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആദ്യത്തെ ക്രോപ്പ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മളെ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയ ഒരു ക്രോപ്പാണ് ആന്തൂറിയം. ആന്തൂറിയത്തിന്റെ ആന്തൂറിയം ആൻഡ്രിയാനം സ്പീഷീസ് ആണ് ഇക്കണോമിക്കലി കൾട്ടിവേറ്റഡ് ഫോർ കട്ട് ഫ്ലവേഴ്സ്. 2n=30. ക്രോമസോം നമ്പേഴ്സ് ചിലപ്പം ചോദിച്ചു വരാം, അല്ലെങ്കിൽ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ആന്തൂറിയം ഈസ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ച് കുറെ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഇൻകറക്റ്റ് എന്ന് അറിയണമല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പഠിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ആന്തൂറിയം ആൻഡ്രിയാനമാണ് ഇക്കണോമിക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്നത് കട്ട് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട്. 2n=30. അതിന്റെ ഒരു എപ്പിഫൈറ്റിക് ആയിട്ടുള്ള നേച്ചറാണ്. ഷെയ്ഡിൽ വളരാനാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. ലൈറ്റ് ലെവൽസ്, ട്രോപ്പിക്കൽ ലെവൽസ് ടോളറബിൾ ആണ്, 20 to 30%. പക്ഷെ എന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60% കൂടാൻ പാടില്ല. ടെമ്പറേച്ചർ 18 to 28 degrees Celsius ആണ് പറഞ്ഞിരിക്കുന്ന റേഞ്ച്. നെറ്റ് ഹൗസസിലാണ് പൊതുവെ നമ്മൾ കേരളത്തിൽ ആന്തൂറിയം വളർത്തുന്നത്. കാര്യം ഷെയ്ഡ് അതിനൊരു പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഷെയ്ഡ് നെറ്റ് ഹൗസസിനകത്താണ് വളർത്തുന്നത്. ഹ്യൂമിഡിറ്റിക്കും അത് ഷെയ്ഡ് മാത്രമല്ല ഹ്യൂമിഡിറ്റിയും ഇതുപോലെ നെറ്റ് ഹൗസസിന് വളർത്തുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വേറൊരു ഫ്ലവറിംഗ് സ്പീഷീസ് ഓഫ് ആന്തൂറിയമാണ് ആന്തൂറിയം ഷെർസെറിയാനം. അതിന്റെ കോമൺ നെയിമാണ് ഫ്ലമിംഗോ ഫ്ലവർ. അതായത് പോട്ടഡ് പ്ലാന്റ്സ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ആന്തൂറിയം ഷെർസെറിയാനം. ഇതിന്റെ സ്പാഡിക്സ് സ്പൈറലി ട്വിസ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. ഇനി ഇതിന് പുറമെ ആന്തൂര്യത്തിന്റെ പല സ്പീഷീസുകൾ ഫോളിയേജ് സ്പീഷീസുകളാണ്. അതിനകത്ത് ആന്തൂറിയം ക്രിസ്റ്റാലിനം, ആന്തൂറിയം ഫോസ്റ്റോമിറാൻഡെ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഫോളിയേജ് സ്പീഷീസ് ഓഫ് ആന്തൂറിയം ആണ്. ഇനി കേരള കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ POP-യിനകത്ത് കുറെ കൊടുത്തിട്ടുണ്ട്. ലിമ വൈറ്റ്, ക്യൂബ, അഗ്നിഹോത്രി, ലിവർ റെഡ്, ക്യാൻ, ട്രോപ്പിക്കൽ, നിറ്റ, സൺബേസ്റ്റ്, ടിനോറ, അക്രോപ്പൊളസ്, അങ്ങനെ പല കൈൻഡ് ഓഫ് ഉണ്ട്. ഇതിനകത്ത് കളർ അനുസരിച്ചുള്ള പല ഡിഫറെന്റ് വെറൈറ്റീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ടിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോപ്പുലർലി ഗ്രോൺ ആന്തൂറിയം കൾട്ടിവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ കൾട്ടിവർ ട്രോപ്പിക്കൽ ആണ്. ട്രോപ്പിക്കൽ റെഡ് കളർ കൾട്ടിവർ ആണ്. പിന്നെ കാസിനോ, അക്രോപോളിസ്, പിന്നെ ലേഡി ജെയിന്റെ സ്പേദ് കുറച്ച് പരന്നല്ല ഇരിക്കുന്നത്, കുറച്ച് നീളത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ലേഡി ജെയിന്റെ പ്രത്യേകത. ഇതെല്ലാം വെറൈറ്റീസ് ആണ്. വെറൈറ്റീസ് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ മിക്കവാറും കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പം വിച്ച് ഓഫ് ദ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ പെയർ ആയിട്ടോ എന്തെങ്കിലും പെയർ ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമല്ലോ ഏതിന്റെ വെറൈറ്റി ആണെന്നൊക്കെ. ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ പറയുന്നത് മൾട്ടിപ്ലൈഡ് ബൈ സീഡ് ആണ്. പക്ഷെ അതിന്റെ വേറെയും പ്രൊപ്പഗേഷൻ ഉണ്ട്. സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ ബേസൽ സ്പ്രോട്സ്, അതായത് സക്കേഴ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇപ്പൊ ലാർജ് നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം ഫോളോ ചെയ്യുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ആണ്. ഇതിന്റെ എക്സ്പ്ലാന്റ് ഉപയോഗിക്കുന്ന ടെൻഡർ ലീഫ് ബിറ്റ്സ് ആണ്. പിന്നെ അതുപോലെ മെയിൻ സ്റ്റെമ്മിനെ നമ്മൾ 3 to 4 centimeter ലോങ് ഡിസ്ക് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെർട്ടിക്കൽ ബിറ്റ്സ് ആക്കി 2 ട്യൂബ് ലാറ്ററൽ ബഡ്സ് എങ്കിലും വേണം. അതിന് നമ്മൾ ഫംഗിസൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് റിവർ സാൻഡ് വെച്ചിട്ടുള്ള മീഡിയത്തിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 to 2 months സ്പ്രൗട്ട് ചെയ്യും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ യോഗ്യയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പ്ലെയിൻസിനാണെങ്കിൽ നമുക്ക് പോട്ട്സിൽ വളർത്താം. അല്ലെന്നുണ്ടെങ്കിൽ ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലോട്ട് പോകുമ്പോൾ റേസ്ഡ് ബെഡ്സിലാണ് കൂടുതലും ആന്തൂറിയം വളർത്തുന്നത്. ഗ്രൗണ്ടിന് മുകളിലുള്ള ലൂസ് മീഡിയം ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൊമേഴ്ഷ്യലി ഉള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. അത് മിക്കവാറും എല്ലാ ഫ്ലവർ ക്രോപ്സിനും മൈക്രോ പ്രൊപ്പഗേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് എഴുതിയേക്കുന്നത് എങ്ങനെയാണ് ലാൻഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അത് നോട്ട്സ് ജസ്റ്റ് വായിച്ച് പോയാൽ മതിയാവും. പിന്നെ ഇതിനകത്ത് സ്പേസിംഗ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. 45 to 60 centimeter ആണ് നമ്മൾ ഗ്രൗണ്ടിൽ നടുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റിക്ക് അനുസരിച്ചാണ് വരുന്നത്. അതുപോലെ ഫ്രഷ് ഗോഡങ് ഓർ നീം കേക്ക് മിക്സ് വിത്ത് 10 to 15 times ഓഫ് വാട്ടർ അതിനെ വെച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം. കൗസ് യൂറിനും സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യാറുണ്ട്. വാട്ടർ സോലബിൾ ഫെർട്ടിലൈസർ അതായത് 919 ആണ് അടിക്കുന്നത് once in a week. അതുപോലെ ഇതിനകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓൾഡർ ലീവ്സിനെ പ്രൂൺ ചെയ്ത് കളയുക. ഇപ്പൊ യങ് സ്റ്റേജിലായിരിക്കുമ്പോൾ ഒരുപാട് സക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളയുക. അതുപോലെ മഴയ്ക്ക് മുമ്പേ ക്രൗൺ ക്ലീൻ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് കൂടെ ചെയ്യാനുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഇനി പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും മെയിനായിട്ട് കാണുന്ന
ഡിസീസസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ബ്ലൈറ്റ്, ആന്ത്രക്നോസ്, റൂട്ട് റോട്ട് ഒക്കെയാണ്. ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെം ബ്ലാക്ക് ആയി കാണാം, ലീക്ക് ഫാക്സിൽ നിന്ന് ഡീക്കേ കാണാൻ പറ്റും. പിന്നെ വരുന്നത് ആന്ത്രക്നോസ് ആണ്. ആന്ത്രക്നോസ് സാധാരണ ടിപ്പിക്കൽ സിംറ്റം ആണ് ചൈനീസ് സർക്കുലർ ബ്ലാക്ക് സ്പോട്ട്സ് ആണ്. ലീഫിലും ഉണ്ടാവും, സ്പാഡിക്സിലും ഉണ്ടാവും. അതുപോലെ പിത്തിയം ഫൈറ്റോഫ്തോറയുടെ റൂട്ട് റോട്ട്, അതായത് ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഈ റൂട്ട് റോട്ട് എന്ന് പറയുന്നത്. പിന്നെ മേജർ ആയിട്ട് വരുന്ന പെസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കെയിൽസ് ആൻഡ് ബഗ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്ന പെസ്റ്റുകൾ. സ്നെയിൽസും ബഗ്സും ഭയങ്കര ആന്തൂര്യം കൾട്ടിവേഷന് വളരെ ബുദ്ധിമുട്ടാണ്. മാലത്തിയോൺ ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ യങ് റൂട്ട്സിനെ സ്നെയിൽസ് ഡാമേജ് ചെയ്ത് കളയുന്നുണ്ട്. ഇതാണ് പ്ലാൻ പ്രൊട്ടക്ഷൻ റിഗാർഡിങ് ആന്തൂറിയം. ഇനി ഈ കട്ട് ഫ്ലവേഴ്സിന്റെ എല്ലാം ഹാർവെസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിപ്പം ഏത് സ്റ്റേജിലാണ് ഫ്ലവേഴ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള മെച്യൂരിറ്റി ഇൻഡെക്സ്, ഇപ്പൊ ഫ്രൂട്ട്സിന് മെച്യൂരിറ്റി ഇൻഡെക്സ് നമ്മൾ പഠിക്കുന്നത് പോലെ ഫ്ലവേഴ്സിനും ചിലതിനൊക്കെ മെച്യൂരിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഇപ്പൊ ഇത്ര ഓർക്കിഡിനും പ്രത്യേകിച്ചുണ്ട്, ഓർക്കിഡിനും ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ ഏത് പർപ്പസിനാണോ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിനാണോ, അല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ലൂസ് ഫ്ലവർ പർപ്പസിനാണോ, അതിനനുസരിച്ച് ഓരോ ഫ്ലവേഴ്സിനും ഓരോ പ്രത്യേക ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആന്തൂറിയം ബേസിക്കലി ഫ്ലവർ അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു കട്ട് ഫ്ലവർ ആയതുകൊണ്ട് അതിന്റെ മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്പാഡിക്സിന്റെ കളർ ചേഞ്ച് ആണ്. സ്പാഡിക്സിന് 1/4 to 3/4 ഫ്ലവേഴ്സ് ഓപ്പൺ ആവുമ്പോഴാണ് ഫ്ലവേഴ്സിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. എലോങ് വിത്ത് ദ ലോങ് സ്റ്റെം ആണ്. ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന പോലെ ഉള്ള ഒരു പാക്കേജിംഗ് ആണ്. അതായത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സിനെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്പെയ്ദിനെ സ്ലീവ് ചെയ്തിട്ട് കാർട്ടൺ ബോക്സുകളിൽ അടുക്കി മറ്റേ പേപ്പർ, ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ ലൈൻ ചെയ്തിട്ട് അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. വലിയ സ്റ്റെം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്രോപ്പ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രോപ്പാണ് ഓർക്കിഡ്സ്. ഓർക്കിഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് രണ്ട് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഹാബിറ്റ് ഉള്ള ഓർക്കിഡ്സ് ഉണ്ട്. പിന്നെ ഓർക്കിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഫാമിലിയാണ് ഓർക്കിഡേസി. ഒരുപാട് സ്പീഷീസുകളുണ്ട്, അതിൽ കുറേ കൾട്ടിവേറ്റഡ് ഉണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഇൻഡിജീനസ് ആയിട്ടുള്ള കുറേ ഓർക്കിഡ്സുകളുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഈ ഏറ്റവും ലാർജസ്റ്റ് ഓർക്കിഡ് ഏതാണ്, ഏറ്റവും സ്മോളസ്റ്റ് ഓർക്കിഡ് ഏതാണ്, അങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഇന്നാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, മോണോപോഡിയൽ ഓർക്കിഡ്സും സിംപോഡിയൽ ഓർക്കിഡ്സും. അതായത് വെർട്ടിക്കൽ ഗ്രോത്ത് ഹാബിറ്റ് ഉള്ള, ബ്രാഞ്ച് ചെയ്യാത്ത, ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ബ്രാഞ്ച് ചെയ്യാത്ത ഒരു വെർട്ടിക്കൽ ഗ്രോത്ത് ഹാബിറ്റ് ഉള്ള ഏരിയൽ റൂട്ട്സ് ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആണ് മോണോപോഡിയൽസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് മോണോപോഡിയൽസിനും സിംപോഡിയൽസിനും ഉള്ള എക്സാമ്പിൾസ്. അരാക്നിസ്, വാൻഡ ആൻഡ് ഫെലനോപ്സിസ് ആണ് മെയിൻ ആയിട്ട് മോണോപോഡിയൽസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പിന്നെ സിംപോഡിയൽസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഹാബിറ്റ് ആയിരിക്കും. സ്യൂഡോ ബൾബ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഏരിയൽ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ബൾബോഫിലം, ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, ഒൻസീഡിയം. ഇതിനെല്ലാത്തിനും ഓർക്കിഡിന്റെ പ്രത്യേകത മിക്കവാറുള്ള കൾട്ടിവേറ്റഡ് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സിനെല്ലാം ഓരോ കോമൺ നെയിം കാണും. അത് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഐഡിയൽ ലൊക്കേഷൻ ഫോർ ഓർക്കിഡ് ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ കണ്ടീഷൻസ് ആണ്. നമുക്ക് കേരളത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവർ ക്രോപ്പാണ് ഓർക്കിഡ്സ്. കൊമേഴ്ഷ്യലി ഒരുപാട് പേര് കൾട്ടിവേറ്റ് ചെയ്യുന്നുമുണ്ട് ഓപ്പൺ കണ്ടീഷനിൽ. പക്ഷേ അപ്രോപ്രിയേറ്റ് ലെവൽ ഷെയ്ഡ് നമ്മൾ കൊടുക്കണം. ഈ സിംപോഡിയൽ, മോണോപോഡിയൽ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെയ്ഡ് ആൻഡ് ലൈറ്റ് റെഗുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ട്രോപ്പിക്കൽ ഓർക്കിഡ്സിനെല്ലാം ഒരു ഹ്യൂമിഡ് ആൻഡ് വാം അറ്റ്മോസ്ഫിയർ, കേരളത്തിന്റെ കണ്ടീഷൻസ് സ്യൂട്ടബിൾ ആണ്. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഒരു 80%, 50 to 80% ആണ് ഗുഡ് എന്ന് പറയുന്നത്. കേരളത്തിൽ വളർത്താൻ പറ്റിയ മോണോപോഡിയൽ, സിംപോഡിയൽ വെറൈറ്റീസിന്റെ എല്ലാം എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അരാക്കിനിസ് എന്ന് പറയുന്നത് സ്പൈഡർ ഓർക്കിഡ് ആണ്. അരാക്കിനിസ്, അരാന്ത്ര, വാൻഡ ആൻഡ് ഫെലനോപ്സിസും മോണോപോഡിയൽ ഓർക്കിഡ്സും. അരാൻഡ ആൻഡ് മൊക്കാറ ഇന്റർജനറിക് മോണോപോഡിയൽസ്. ഡെൻഡ്രോബിയം, കാറ്റ്ലിയ ആൻഡ് ഓക്സീഡിയം സിംപോഡിയൽസ് ആണ്. ഇതിനകത്ത് കേരളത്തിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ജീനസ് എന്ന് പറയുന്നത് ഡെൻഡ്രോബിയം. ഡെൻഡ്രോബിയത്തിന്റെ തന്നെ വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പല പല കളറിൽ പല പല വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഡെൻഡ്രോബിയത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിച്ചാൽ മതി, ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ടൈം പോകും.
ഇനി ടെറസ്ട്രിയൽ ഓർക്കിഡ്സ് ഉണ്ട്. അതായത് എപ്പിഫൈറ്റിക് ഗ്രോത്ത് ഹാബിറ്റ്സ് ആയതുകൊണ്ട് മണ്ണിലല്ലാതെയാണല്ലോ പൊതുവെ, അങ്ങനെ ഗ്രൗണ്ടിലല്ലാതെ നമ്മൾ മീഡിയം സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓർക്കിഡ്സ് വളർത്താറ്. തറയിൽ വളരുന്ന ഓർക്കിഡ്സും ഉണ്ട്. ഇപ്പൊ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്ന സ്പെദോഗ്ലോട്ടിസും ഡോവ് ഓർക്കിഡ് എന്ന് പറയുന്ന പെരിസ്റ്റീരിയ ഒക്കെ സാധാരണ ചട്ടി തന്നെ വളർത്താൻ പറ്റും, മണ്ണിട്ട് വളർത്താൻ പറ്റും. ഇനി എങ്ങനെയാണ് ഓർക്കിഡ്സിന്റെ പ്രൊപ്പഗേഷൻ? അത് മോണോപോഡിയൽ ഓർക്കിഡ്സിന്റെയും സിംബോഡിയൽ ഓർക്കിഡ്സിന്റെയും ഗ്രോത്ത് ഹാബിറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് അതിന്റെ പ്രൊപ്പഗേഷൻ രണ്ട് ഡിഫറെന്റ് ആണ്. മോണോപോഡിയൽ ഓർക്കിഡ്സ് ആണെങ്കിൽ സ്റ്റെം കട്ടിങ്സ് ആണ് പ്രൊപ്പഗേഷൻ. അതിനകത്ത് ഒന്നോ രണ്ടോ ഏരിയൽ റൂട്ട്സ് ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ അതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. സിംബോഡിയൽ ഓർക്കിഡ്സിന്റെ സ്യൂഡോബൾബിന്റെ സെപ്പറേഷൻ ആണ്. പിന്നെ കേക്കീസ് എന്ന് പറയുന്ന ടേം റിലേറ്റ് ചെയ്തിരിക്കുന്നത് സിംബോഡിയൽ ഓർക്കിഡ്സുമായിട്ടാണ്. അതായത് സ്യൂഡോബൾബിന്റെ ടോപ്പിൽ നിന്ന് സ്പ്രൗട്ട് ഉണ്ടായി, അതിൽ നിന്ന് ചെറിയ സ്റ്റെമ്മും ഇലയും ഒക്കെ ഉണ്ടായി, അതിൽ നിന്ന് കുറച്ച് റൂട്ട്സും കൂടെ വളർന്നു വരും. അപ്പൊ നമുക്ക് അതിനെ മുറിച്ച് മാറ്റി നട്ട് കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ പ്ലാന്റ് ആയിട്ട് വളരും. അതിനെയാണ് കേക്കീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ ആണ് ബാക്ക് ബൾബ്സ് ഓർ സ്പെൻഡിഗെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് പറയുന്ന ഷൂട്ട്സിനെയാണ് ബാക്ക് ബൾബ്സ് ഓർ സ്പെൻഡിഗെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാറ്റി നട്ടാലും പൊടിക്കും. സീഡ് പ്രൊപ്പഗേഷൻ അസെപ്റ്റിക് കണ്ടീഷൻസിൽ മാത്രമേ നടക്കൂ. അതായത് ടിഷ്യൂ കൾച്ചറിൽ മാത്രം അത്ര അസെപ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ സീഡ് പ്രൊപ്പഗേഷൻ പോസിബിൾ ആവുകയുള്ളൂ. പിന്നെ ലാർജ് സ്കെയിൽ ആയിട്ട് ചെയ്യുന്നത് മെരിസ്റ്റം കൾച്ചറാണ് ഓർക്കിഡിന്റെ. കൊമേഴ്ഷ്യൽ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ, വളരെ ലാർജ് സ്കെയിൽ ആയിട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്ലാന്റിംഗ് ആണ്. അത് ഇതുപോലെ പറഞ്ഞതുപോലെ മോണോപോഡിയൽ ഓർക്കിഡും സിംബോഡിയൽ ഓർക്കിഡിന്റെ ഗ്രോത്ത് ഹാബിറ്റ് വ്യത്യാസമാണ്. അതുകൊണ്ട് മോണോപോഡിയൽ ഓർക്കിഡ് ആണെങ്കിൽ സോയിൽ ലെവലിന് മുകളിലായിട്ട് തന്നെ വളർത്താൻ പറ്റും. ഒരു ബെഡ് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. സിംബോഡിയൽ ഓർക്കിഡ്സ് ആണെങ്കിൽ നമ്മൾ ഒന്നുകിൽ സസ്പെൻഡ് മുകളിൽ നിന്ന് തൂക്കിയിടും താഴോട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ട് ഒരു ബെഞ്ച് കൊടുത്തിട്ട് ആ ബെഞ്ചിൽ വെച്ചിട്ട് മീഡിയം ഓരോ ചട്ടിയിൽ നിറച്ചിട്ട് വളർത്തും. അങ്ങനെയാണ് സിംബോഡിയൽ ഓർക്കിഡ്സ് വളർത്തുന്നത്. അതിന് പ്രത്യേക മീഡിയം ഉണ്ട്. അതായത് ഡ്രൈഡ് കോക്കനട്ട് ഹസ്ക്, പാർഷ്യലി ബേൺഡ് ചാർക്കോൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ജനറലി പറയുന്ന കാര്യങ്ങളാണ്. ഈ മാനുവറിങ്ങും ഇതുപോലെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫോളിയർ ഫീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർക്കിഡ്സിന്. അതിനകത്ത് NPK സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അതിൽ വെജിറ്റേറ്റീവ് പീരീഡിലാണെങ്കിൽ 3:1:1 NPK ആണ് കൊടുക്കുന്നത്. പിയും കെയും കുറഞ്ഞ അളവിൽ, ആണ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആണ് വേണ്ടത് എന്നുള്ളത്. അതിൽ ഫ്ലവറിംഗ് പീരീഡിലേക്ക് മാറുന്ന സമയത്ത് 1:2:2 ആണ് കൊടുക്കുന്നത്. പിയും കെയും കൂടുതലാക്കി കൊടുക്കും. ഇതാണ് ഫോളിയർ ഫീഡിങ്ങിന്റെ ഓർക്കിഡിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വായിച്ചാൽ മതിയാവും. ഇനി നെക്സ്റ്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കുറെ ഫംഗൽ ഡിസീസസ് വരാറുണ്ട് ഓർക്കിഡ്സിന്. ലീഫ് സ്പോട്ട്, ലീഫ് ബ്ലൈറ്റ്, കോളാർ ബ്ലോച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ മൺസൂൺ, ഇപ്പൊ മഴയുടെ മുമ്പായിട്ട് ക്ലീനിങ് ചെയ്ത് സ്പ്രേയും കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർക്കിഡ്സിന് ചില വൈറൽ ഡിസീസസ് ഉണ്ട്, മൊസൈക്ക് ആൻഡ് റിംഗ് സ്പോട്ട്, അങ്ങനത്തെ ഡിസീസസ് ഉണ്ട്. പിന്നെ വരുന്നത് പെസ്റ്റ് ആണ്. പെസ്റ്റിൽ മെയിനായിട്ടും ത്രിപ്സ്, ഏഫിഡ്സ്, സ്പൈഡർ മൈറ്റ്സ്, അങ്ങനെ സക്കിംഗ് പെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ്, ആന്ത്രോയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിനും വളരെ സീരിയസ് ആയിട്ട് വരുന്ന പെസ്റ്റ് ആണ്. അതായത് ഇത് ടെൻഡർ ആൻഡ് യങ് ഷൂട്ട്സിനെ, റൂട്ട്സിനെ, ബഡ്സിനെ എല്ലാം കഴിച്ചു കളയും. അതുകൊണ്ട് പ്ലാന്റ് ഗ്രോ ചെയ്യില്ല. ഹാൻഡ് പിക്കിംഗ് അല്ലെങ്കിൽ മെറ്റാൽഡിഹൈഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ്. ഹാർവെസ്റ്റിംഗ് ഇതിനും ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ഓർക്കിഡിന്റെ പല ഫ്ലവേഴ്സിന്റെയും ഇത് ഡിഫറെന്റ് ആണ്. ഓരോ ഹാർവെസ്റ്റിംഗ് സ്റ്റേജസ് അനുസരിച്ച്, അതായത് ഓരോ ഇതിന്റെ പർപ്പസ് അനുസരിച്ച്, അതുപോലെ ഓരോന്നിന്റെ ടൈപ്പ് അനുസരിച്ച് ഡിഫറെന്റ് ആണ് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ്. അരാക്കിനിസ് ആൻഡ് അരാന്തറയ്ക്ക് ടോപ്പ് മോസ്റ്റ് 1 to 2 ഫ്ലവേഴ്സ് അല്ലാതെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഹാർവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നിനും ഓരോ കൈൻഡ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ജീനസ് ആണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി കൾട്ടിവേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഏരിയ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലൂസ് ഫ്ലവർ ക്രോപ്പാണ് ജാസ്മിൻ. ജാസ്മിൻ ഇഷ്ടംപോലെ സ്പീഷീസുകളുണ്ട്. അതിനകത്ത് ജാസ്മിനം ഓറിക്കുലേറ്റം, ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം, ജാസ്മിനം സെംബാക്, ജാസ്മിനം പ്യൂബസെൻസ്, ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ്. അപ്പൊ അതിൽ ആദ്യം വരുന്നത് ജാസ്മിനം ഓറിക്കുലേറ്റം ആണ്. ജാസ്മിനം ഓറിക്കുലേറ്റം എന്ന് പറയുന്നത് സാധാരണ മുല്ല, നമ്മുടെ നാട്ടിലുള്ള മുല്ലയല്ല, ഒരു
എന്താണ് വസന്ത മല്ലിക എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. അവിടെയാണത് കൂടുതലായിട്ടുണ്ടാവുന്നത് മുല്ലേ. പിന്നെ ഇതിനകത്തുള്ള വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാരിമുല്ല, CO1, CO2, ലോങ് പോയിന്റ്, ലോങ് റൗണ്ട്, ഷോർട്ട് പോയിന്റ്, ഷോർട്ട് റൗണ്ട്. ഇനി നമ്മൾ പിച്ചി എന്ന് പറയുന്നത് സ്പാനിഷ് ജാസ്മിൻ ആണ്. അതാണ് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം. അതിനകത്ത് കുറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ CO1 പിച്ചി, CO2 പിച്ചി. അതായത് ജാസ്മിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രീഡിംഗ് വർക്ക്സ് കൂടുതൽ നടക്കുന്നത് TNAU-ലാണ്. അവിടെയാണ് ഇമ്പോർട്ടന്റ് ക്രോപ്പ് എന്നുള്ളത് കൊണ്ട് TNAU-ലാണ് വർക്ക്സ് നടക്കുന്നത്. അർക്ക സുരഭി എന്ന് പറയുന്ന ഒരു വെറൈറ്റി IHR റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറത്തിന്റെ വെറൈറ്റിയാണ് അർക്ക സുരഭി. ഇനി നെക്സ്റ്റ് സ്പീഷീസ് ആണ് ജാസ്മിനം സംബാക്ക്. ജാസ്മിനം സംബാക്ക് ഗുണ്ടുമല്ലിക അല്ലെങ്കിൽ അറേബ്യൻ ജാസ്മിൻ അല്ലെങ്കിൽ ടസ്കൻ ജാസ്മിൻ എന്ന് പറയും. നമ്മൾ നാട്ടിൽ മുല്ല എന്ന് പറഞ്ഞ് കാണുന്നത് ജാസ്മിനം സംബാക്കാണ്, നല്ല മണമുള്ള. അർക്ക ആരാധന എന്ന് പറയുന്നത് IHR റിലീസ് ചെയ്ത ജാസ്മിനം സംബാക്ക് വെറൈറ്റി ആണ്. ഇതിന്റെ കോമൺ നെയിമും പിന്നെ ഇതിന്റെ ഒരു ഇപ്പം അർക്ക ആരാധനയും ഓരോ അർക്ക വെറൈറ്റീസ് പറഞ്ഞല്ലോ, അതും കൂടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബാക്കിയുള്ള വെറൈറ്റീസും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കും. ഇനി ജാസ്മിനം പ്യൂബസൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാസ്മിനം മൾട്ടിഫ്ലോറം എന്ന് പറയുന്നത് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ ഡൗണി ജാസ്മിൻ എന്നാണ് അതിന്റെ കോമൺ നെയിം വരുന്നത്. പിന്നെ കക്കട എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇംപ്രൂവ്ഡ് കൾട്ടിവാർ ആണ്. പിന്നെ അതിന്റെ നാച്ചുറൽ വേരിയന്റ് ആണ് ബ്യൂബസൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരു എന്താണ് ബ്ലൂയിഷ് കളർ, പെറ്റൽസിന്റെ അടിയിൽ ബ്ലൂയിഷ് കളർ വരുന്നുണ്ട്. അപ്പം അതിന്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. ബ്ലൂ കളർ ഫ്ലവേഴ്സ് എന്ന് നമുക്ക് തോന്നും. അർക്ക അർപ്പൺ ആണ് അതിന്റെ ഒരു IHR റിലീസ്ഡ് വെറൈറ്റി ആണ് അർക്ക അർപ്പൺ. ഓക്കെ. ഇനി ജാസ്മിനം നിറ്റിഡം എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. അത് CO1 സ്റ്റാർ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി TNAU റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെയും കുറെ സ്പീഷീസുകളുണ്ട്. ജാസ്മിനം ആർബോറസെൻസ് ട്രീ ജാസ്മിൻ, ജാസ്മിനം ഹിമയിൽ യെല്ലോ ജാസ്മിൻ, ജാസ്മിനം കാലഫില്ലം പന്തൽ മല്ലി, ബീസിയാനം റോസി ജാസ്മിൻ എന്ന് പറയും. അതുപോലെ ഈൽഡ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സ്പീഷീസേ ഉള്ളൂ, സംബാക്കും ഓറിക്കുലേറ്റും ഗ്രാൻഡിഫ്ലോറ. അതിൽ കൊമേഴ്ഷ്യൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനും ഫ്ലവർ ഈൽഡും ഓയിൽ ഈൽഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഓയിൽ, ഇതിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറമാണ്, പിച്ചിയാണ്. സ്പാനിഷ് ജാസ്മിനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ കിട്ടുന്നത്. ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ക്ലൈംബർ, അതായത് ജാസ്മിനം ഓറിക്കുലേറ്റവും സംബാക്കും എല്ലാം ബുഷി ആയിട്ട് വളരുന്ന കൈൻഡ് ഓഫ് ചെടികളാണ്. പക്ഷെ ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം ക്ലൈംബർ പോലെ വളരുന്ന ചെടി. അപ്പൊ അതിനെ ലെയറിങ് ചെയ്യാറുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പീഷീസുകൾക്ക് കട്ടിങ് ചെയ്യാറുണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലെയറിങ് ചെയ്യുന്ന സമയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജൂൺ ജൂലൈ ടു ഒക്ടോബർ നവംബർ, മഴയുടെ സമയത്താണെന്ന് വിചാരിക്കും. പിന്നെ പ്ലാന്റിങ് ചെയ്യുന്നത് ഇതുപോലെ മഴ തുടങ്ങുന്ന സമയത്താണ്. മാനുവറിങ് എഴുതിയിട്ടുണ്ട്. പ്രൂണിങ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഷ്രബ് പോലെ വളരുന്ന ജാസ്മിനും സംബാക്കിനൊക്കെ പ്രൂണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാന്റിങ് ഡിസ്റ്റൻസും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനും സംബാക്കാണെങ്കിൽ 1.2/1.2, ഓറിക്കുലേറ്റർ 1.8/1.8, ഗ്രാൻഡിഫ്ലോറത്തിന് 2/1.5. ഇനി വരുന്നത് വീഡിങ്, മാനുവൽ വീഡിങ് ആണ്. പിന്നെ അതുപോലെ മൾച്ചിങ് ചെയ്താൽ വീഡ് പോപ്പുലേഷൻ കുറയും. ഇതൊക്കെ നോർമൽ കുറെ കാര്യങ്ങളാണ്, ഇതിന്റെ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ലീഫ് ബ്ലൈറ്റും ഫ്യൂസേറിയം വിൽറ്റും ആണ് മെയിൻ ആയിട്ട് വരുന്ന ഡിസീസസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കട്ട് ഫ്ലവർ ക്രോപ്പ് ആണ് ഗ്ലാഡിയോളസ്. ഗ്ലാഡിയോളസിന് കേരളത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നോർത്തേൺ സ്റ്റേറ്റ്സിലാണ് ഗ്ലാഡിയോളസ്, അതായത് അവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ ക്രോപ്പാണ് ഗ്ലാഡിയോളസ്. എന്നാലും നമ്മൾ ഗ്ലാഡിയോളസിനെ പറ്റി അറിഞ്ഞിരിക്കണം, പഠിക്കണം. കോൺ ലില്ലി ഓർ സോഡ് ലില്ലി എന്നാണ്. സോഡ് ലില്ലി എന്ന് പറയുന്നത് അതിന്റെ ലീവ്സിന് സോഡ് ഷേപ്പ് ആയതുകൊണ്ടാണ്. ഇറിഡേസിയ ഫാമിലിയിലാണ് വരുന്നത്. ഇതിന്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോംസ് ആൻഡ് കോമൽസ് ആണ് ഗ്ലാഡിയോളസിന്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ. സ്പൈക്ക് ആയിട്ടാണ് ഫ്ലവേഴ്സ് വരുന്നത്. അതായത് ഒരു നീളമുള്ള ഒരു സ്പൈക്കിനകത്ത് ശരിക്കും ഫ്ലവേഴ്സ് വരാറുണ്ട്, കുഞ്ഞു കുഞ്ഞു ഫ്ലോറൻസ് ശരിക്കും വരാറുണ്ട്. അത് മൊത്തത്തിൽ സ്പൈക്ക് ആയിട്ടാണ് കട്ട് ഫ്ലവർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കുറെ ഗ്ലാഡിയോളസിന്റെ ശരിക്കും വെറൈറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇവോൾവ് ചെയ്ത വെറൈറ്റീസും ഉണ്ട്, പിന്നെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ വെറൈറ്റീസും ഉണ്ട്. പിന്നെ IHR കുറെ വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അർക്ക അമർ, അർക്ക ഗോൾഡ്, അർക്ക നവീൻ, അർക്ക മനോരമ, അർക്ക കേസർ എന്നൊക്കെ പറയുന്ന ശരിക്കും വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. IHR റിലീസ് ചെയ്തിട്ടുള്ള ഗ്ലാഡിയോളസിന്റെ ഒരു മ്യൂട്ടന്റ് ആണ് അർക്ക ശോഭ. അർക്ക ശോഭ എന്ന് പറയുന്നത് വൈൽഡ് റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടന്റ് ആണ്. ഇനി ഇതിന് പുറമെ
NBRI വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഹൈബ്രിഡ്സും റിലീസ് ചെയ്തിട്ടുണ്ട്, IRAയും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെറൈറ്റി ഓഫ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെറൈറ്റി ഓഫ് ഗ്ലാഡിയോളസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ അറിയണം. അതുപോലെ മാച്ച് ദി ഫോളോയിങ് വന്നാലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ അറിയണം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഫെമിലിയറൈസ് ചെയ്ത് വെക്കണം ഈ പേരുകളെല്ലാം. ഇനി ഇതിന്റെ അസിഡിക് സോയിൽസ് ആണ് ഇതിന് ബെസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോംസ് ആൻഡ് കോമൽസ് ആണ് പ്രൊപ്പഗേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ ഓഫ് ഗ്ലാഡിയോളസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് കോംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ലാൻഡ് പ്രിപ്പറേഷനും ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ഹെക്ടറിൽ അബൌട്ട് 1 lakh പ്ലാന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന്റെ ഗ്ലാഡിയോളസിന്റെ സീസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീസണൽ ആയിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഗ്ലാഡിയോളസ്. സെപ്റ്റംബർ ടു നവംബർ ആണ് ബെസ്റ്റ് സീസൺ ഫോർ പ്ലാന്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്ലാഡിയോളസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട 2 ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. ഒന്ന് എർത്തിങ് അപ്പ്, ഒന്ന് സ്റ്റേക്കിങ്ങും. എർത്തിങ് അപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്റ്റേക്കിംഗ് ചെയ്യുന്നത് ഇതിന്റെ സ്പൈക്സിന് നീളം കൂടുതലാണ്. അപ്പൊ കുറച്ച് അധികം വളർന്നു കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്റ്റേക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2ആണ് ഗ്ലാഡിയോളസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇമ്പോർട്ടന്റ് ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ്. ഇനി അടുത്ത് വരുന്നത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആണ്. സക്കിംഗ് പെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. പിന്നെ വിൽറ്റ്സ് ധാരാളം ഉണ്ട്. ബ്രൗൺ ആൻഡ് ഫ്യൂസേറിയം വിൽറ്റ്സ് ആണ് ഇതിന്റെ മേജർ ഡിസീസസ്. ഇതിന്റെ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു 2 to 3 months തൊട്ടേ അത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. എൻഡയർ സ്പൈക്ക് അലോങ് വിത്ത് 2 leaves ആണ് കട്ട് ചെയ്യുന്നത്. അതായത് ഏറ്റവും താഴെയുള്ള ഫ്ലവർ ബെഡ് തുറക്കുമ്പോഴേ നമ്മളത് കട്ട് ചെയ്യും. പിന്നെ അതിനനുസരിച്ച് ബാക്കി ഫ്ലവർ ബഡ്സ് പിന്നെ തുറക്കുള്ളൂ. 1 ഹെക്ടറിൽ നിന്ന് 1 lakh ഫ്ലവർ സ്പീഷീസ് കിട്ടും. പിന്നെ ഇതിന്റെ കോംസിന്റെ ഹാർവെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫ്ലവേഴ്സ് ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം പ്ലാന്റ്സിനെ അവിടെ തന്നെ ഇട്ടേക്കും. അപ്പൊ അത് കുറെ കഴിഞ്ഞ് യെല്ലോ ആയി വിൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് കോംസ് ആൻഡ് കോമൽസ് ഹാർവെസ്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് ക്രോപ്പാണ് ട്യൂബറോസ്. ട്യൂബറോസ് ആക്ച്വലി തമിഴ്നാടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. ട്യൂബറോസിന് കട്ട് ഫ്ലവർ ആയിട്ടും ലൂസ് ഫ്ലവർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ട്യൂബറോസിൽ നിന്ന് എസെൻഷ്യൽ ഓയിലും എടുക്കുന്നുണ്ട്. അമാരലിഡേസിയ ഫാമിലിയാണ്, ബൾബസ് ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഗ്ലാഡിയോളസിന്റെ ഇതിന് വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ. അതുപോലെ ട്യൂബറോസിന്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ചാൽ അതിൽ ബൾബാണ്. ട്യൂബ് ബൾബ് എന്ന് ഓർത്താൽ മതി. ട്യൂബറോസിന്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ ബൾബാണ്. ഇനി ട്യൂബറോസിന്റെ എന്താണ് ഫ്ലവർ ടൈപ്പ് 3 ടൈപ്പാണുള്ളത്. സിംഗിൾ ഫ്ലവേഴ്സ് ഉള്ളതുണ്ട്. സിംഗിൾ ഫ്ലവേഴ്സ് കൂടുതലും ലൂസ് ഫ്ലവർ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ സെമി ഡബിൾ ഉണ്ട്, അതായത് 2 to 3 rows ഓഫ് കൊറോള വരുന്നത്. പിന്നെ ഡബിൾ ഉണ്ട്. ഡബിൾ എന്ന് പറയുന്നത് മിക്കവാറും ഡബിൾ ഫ്ലവേഴ്സ് ഉള്ളതിനെ കട്ട് ഫ്ലവർ പർപ്പസിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ വെറൈറ്റീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രജത് രേഖ ആൻഡ് സുവർണരേഖ 2 ഇമ്പോർട്ടന്റ് കൾട്ടിവേഴ്സ് ഓഫ് ട്യൂബറോസ് ആണ്, മ്യൂട്ടൻസ് ആണ്. രജത് രേഖയ്ക്കും സുവർണരേഖയ്ക്കും ഫ്ലവേഴ്സിനല്ല അതിന്റെ വ്യത്യാസം വരുന്നത്, അതിന്റെ ലീവ്സിനാണ്. ലീവ്സിന് ഇതുണ്ട്, വേരിയേഷൻ ഉണ്ട്. അതാണ് രജത് രേഖയുടെയും സുവർണരേഖയുടെയും പ്രത്യേകത. 2 മ്യൂട്ടൻസ് ആണ്. ഇനി അതിന്റെ ബൾബ്സിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ബൾബ്സ് ബോർഡ് ഷേപ്ഡ് ബൾബ്സ് ഓഫ് സൈസ് 2 to 3 centimeter എന്നാണ് അതിന്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ. അതാണ് 1 ഹെക്ടറിന് 1.25 to 1.5 lakh ബൾബ്സ് വരെ വേണ്ടിവരും. അത് ലാൻഡ് പ്രിപ്പറേഷൻ, ഫാമേഡ് മാനർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ടൈം ഓഫ് പ്ലാന്റിംഗ് വരുന്നത് മെയ് ജൂലൈ ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ആ ഒരു തുടക്കവും ആ ഒരു ടൈം മെയ് ടു ജൂലൈ. പിന്നെ പ്രിഫേർഡ് ഫെർട്ടിലൈസർ ഡോസ് പറഞ്ഞിട്ടുണ്ട് 100:50:50. പിന്നെ ഇതിന്റെ ഫ്ലവറിങ് വരുന്നത് ഇപ്പൊ മെയ് ടു ജൂലൈ സമയത്ത് നമ്മൾ നടുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ജൂൺ ടു ഒക്ടോബറിലാണ് പീക്ക് ഫ്ലവറിങ് വരുന്നത് എന്നാണ് പറയുന്നത്. റെട്ടൂൺ ക്രോപ്പിംഗ് ചെയ്യാറുണ്ട് ഗ്ലാഡിയോളസിന്. അതായത് ഫ്ലവർ സ്റ്റോക്സിനെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലോട്ടിനെ ഒന്നും കൂടെ മാനുവർ ചെയ്ത് ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 റെട്ടൂൺ ക്രോപ്സ് ഒരേ പ്ലാന്റിങ്ങിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി പ്ലാന്റ് പ്രൊട്ടക്ഷന്റെ കാര്യം പറയുന്നത് സ്ലഗ്സ് ആൻഡ് ഗ്രാസ് ഹോപ്പേഴ്സ്, ത്രിപ്സ്, അതായത് എല്ലാം സക്കിംഗ് പെസ്റ്റ് ആണ്. ഇതെല്ലാം ആണ് പ്രത്യേകിച്ച് സക്കിംഗ് പെസ്റ്റും പിന്നെ വരുന്ന ഗ്രാസ് ഹോപ്പേഴ്സ് ലീവ്സിനെ ഫീഡ് ചെയ്യുന്നതൊക്കെയാണ് വരുന്നത്. ഇനി ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ടേബിൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ സ്പൈക്സ് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കും. പിന്നെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സിനെ പിക്ക് ചെയ്തെടുക്കുന്നത് ലൂസ് ഫ്ലവർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈൽഡ് ഓഫ് ദി ക്രോപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്രോപ്പ് ക്രൊസാൻഡ്രയാണ്. ക്രൊസാൻഡ്ര
ക്രൊസാൻഡ്രയും തമിഴ്നാടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. അക്കാന്തേസിയ ഫാമിലിയിലാണ് വരുന്നത്. ഫയർ ക്രാക്കർ ഫ്ലവർ അല്ലെങ്കിൽ കനകാംബരം എന്ന് പറയുന്ന അതാണ് അതിന്റെ കോമൺ നെയിം. 2n=40. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ ഓറഞ്ച്, ലൂട്ടി യെല്ലോ ആൻഡ് ഡൽഹി. ഡൽഹി ക്രൊസാൻഡ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൽഹി ക്രൊസാൻഡ്ര മാത്രം ട്രിപ്ലോയിഡ് ആണ്, ബാക്കിയുള്ളവരെല്ലാം ടെട്രാപ്ലോയിഡ്സ് ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി ക്രൊസാൻഡ്രയുടെ പ്ലോയിഡി എന്താണെന്ന് വെച്ചാൽ അത് ട്രിപ്ലോയിഡ് ആണ്. ഇനി ഫെർട്ടൈൽ റെഡ് ലോമി സോയിൽസ് ആണ് അതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. പ്രൊപ്പഗേഷൻ സീഡ്സ് ഓർ സ്റ്റെം കട്ടിങ്സ് ആണ്. സ്റ്റെം കട്ടിങ്സ് ഡൽഹി ക്രൊസാൻഡ്രയ്ക്കാണ്. ഡൽഹി ക്രൊസാൻഡ്ര സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് സ്റ്റെം കട്ടിങ്സ്. പിന്നെ ലാൻഡ് പ്രിപ്പറേഷൻ, ഫാമേഡ് മാനർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ചാൽ മതിയാവും. പിന്നെ സീഡ്ലിങ്സ് അല്ലെങ്കിൽ കട്ടിങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സ്പേസിംഗ് ഉണ്ട്. 30 സെന്റിമീറ്റർ ആണ് സ്പേസിങ് ക്രൊസാൻഡ്രയ്ക്ക് ഫോളോ ചെയ്യുന്നത്. ഇനി IHR കുറെ വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലെ IHR റിലീസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ്സ് ആണ് അർക്ക കനക, അർക്ക അംബര, അർക്ക ശ്രേയ ആൻഡ് അർക്ക ശ്രവ്യ. ഇതിന്റെ എല്ലാം പാരന്റ്സും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ ഈ താഴെ പറയുന്ന എല്ലാ വെറൈറ്റീസും റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, സൗന്ദര്യ, മഹാത്മ, കനകധാര, വിജയ കനകാംബര, രാജ കനകാംബരം, ലക്ഷ്മി, നീലാംബരി, മരകോ രഹസ്യ, ഇതെല്ലാം ക്രൊസാൻഡ്രയുടെ വെറൈറ്റീസ് ആണ്. പിന്നെ ഇതിനകത്ത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സക്കിംഗ് പെസ്റ്റ് ആണ് വരുന്നത്. പിന്നെ വിൽറ്റും വരുന്നുണ്ട്. ഹാർവെസ്റ്റിങ്ങിന് 2 to 3 months ആഫ്റ്റർ പ്ലാന്റിംഗ് ഫ്ലവേഴ്സ് ബെയർ ചെയ്യുന്നു. ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ക്രൊസാൻഡ്ര. പിന്നെ ഫ്ലവേഴ്സ് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സിനെ ഇങ്ങനെ നുള്ളിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏർലി മോർണിംഗ് ആണ്. അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാനുള്ള കുറച്ച് കാര്യം. നെക്സ്റ്റ് ക്രോപ്പ് മാരിഗോൾഡ് ആണ്. മാരിഗോൾഡിന് 2 മാരിഗോൾഡ് ഉണ്ട്, രണ്ടല്ല. മെയിൻ ആയിട്ട് ആഫ്രിക്കൻ മാരിഗോൾഡും ഫ്രഞ്ച് മാരിഗോൾഡും ആണുള്ളത്. ആഫ്രിക്കൻ മാരിഗോൾഡ് ആണ് ടജിറ്റസ് ഇറക്റ്റ, ടോൾ, വിഗറസ് ആൻഡ് ലാർജ് ഗ്ലോബുലാർ ഫ്ലവേഴ്സ് ഉള്ള സ്പീഷീസ് ആണ് ടജിറ്റസ് ഇറക്റ്റ. ടജിറ്റസ് പാറ്റുല എന്ന് പറയുന്നത് ഫ്രഞ്ച് മാരിഗോൾഡ് ആണ്. കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ടുള്ള ഡ്വാർഫ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് വരും അങ്ങനെയുള്ള. ഇതിന്റെ വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറൈറ്റീസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡ്സും ഉണ്ട്. അതിനെ റെഡ് ആൻഡ് ഗോൾഡ് ഹൈബ്രിഡ്സ് എന്നാണ് പറയുന്നത്. അതിനകത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നഗറ്റ്, ഷോബോട്ട് ആൻഡ് റെഡ് 7 സ്റ്റാർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മാരിഗോൾഡിന്റെ വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സാൻഡി ലോം സോയിൽ ആണ് ഐഡിയൽ ആയിട്ടുള്ളത്. സീഡ് പ്രൊപ്പഗേഷൻ ആണ് മെയിൻ ആയിട്ടും വരുന്നത്. പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ആണ്. ബെഡിന്റെ അതും എല്ലാം ഡയമെൻഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാമിയാർഡ് മാനർ ആൻഡ് മാനൂറിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പേസിങ് 30x30 സെന്റിമീറ്റർ ആണ് ഫ്രഞ്ച് മാരിഗോൾഡിന്. ആഫ്രിക്കൻ മാരിഗോൾഡിന് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ വേണം. 45x45 സെന്റിമീറ്റർ ആണ് സ്പേസിങ് വരുന്നത്. പിന്നെ പിഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യാറുണ്ട് മാരിഗോൾഡിൽ, അതായത് ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ടെർമിനൽ പോർഷൻ ഒരു 30 to 45 days ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ്ങിന് ശേഷം നമ്മൾ ടെർമിനൽ പോർഷൻ റിമൂവ് ചെയ്യുക. അത് ഫ്ലവർ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹാർവെസ്റ്റ് ഇതുപോലെ ഡേറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു 2.5 മാസം കഴിയുമ്പോഴത്തേക്കുമാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് ഒരു 2 to 2.5 months കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലവറിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈൽഡ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാരിഗോൾഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ്, വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു ക്രോപ്പാണ് ചൈനാസ്റ്റർ. ചൈനാസ്റ്റർ എല്ലാം നമുക്ക് മെൻഷൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ചൈനാസ്റ്ററിന്റെ പേര് ആസ്ട്രേസിയ ഫാമിലി, കാലിസ്റ്റിഫസ് ചൈനൻസിസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് റിലീസ് ചെയ്തിരിക്കുന്നത് റീജിയണൽ ഫ്രൂട്ട് റിസർച്ച് സ്റ്റേഷൻ ഗണേഷ് കിൻ പൂനെയിൽ നിന്നാണ്. ഫുലെ ഗണേഷ് വൈറ്റ്, പിങ്ക്, വയലറ്റ് ആൻഡ് പർപ്പിൾ, ഇതുപോലത്തെ വെറൈറ്റീസ് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന്. പിന്നെ കുറച്ച് കാമിനി, പൂർണിമ, ശശാങ്ക്, വയലറ്റ് കുഷൻ, ഇതുപോലുള്ള കുറെ കൊമേഴ്ഷ്യൽ വെറൈറ്റീസും ഉണ്ട്. വെറൈറ്റീസിന്റെ പേര് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് ഈ ഫ്ലോറിക്കൾച്ചറിൽ. അതായത് ഫ്ലവേഴ്സിന് കൾട്ടിവേഷനെക്കാളും കൂടുതൽ അവർ വെറൈറ്റീസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി IHR റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ് കാമിനി, പൂർണിമ, ശശാങ്ക്, വയലറ്റ് കുഷൻ, അർക്ക ആദി ആൻഡ് അർക്ക അർച്ചന. ഇതെല്ലാം IHR റിലീസ് ചെയ്തിട്ടുള്ള ചൈനാസ്റ്ററിന്റെ വെറൈറ്റീസ് ആണ്. ഇതെല്ലാം ചൈനാസ്റ്റർ എന്തിനാണെന്ന് വെച്ചാൽ ഗാർലൻഡ് മേക്കിങ്ങും അതിനോട് ഒപ്പം കട്ട് ഫ്ലവർ പർപ്പസിനും ഡെക്കറേഷൻ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട്. സീഡ് പ്രൊപ്പഗേഷൻ ആണ് ചെയ്യുന്നത്. ബാക്കി ഇതിനകത്ത്
ഒരു 10 to 12 വീക്സ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് ബ്ലൂം ചെയ്യാൻ തുടങ്ങും. എൻ്റർ പ്ലാന്റോട് കൂടിയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ചൈന ആസ്റ്റർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് മൊത്തം പ്ലാന്റോട് കൂടിയാണ്. മിക്കവാറുള്ള ഫ്ലവേഴ്സ് എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്ലാന്റോട് കൂടി ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 to 12 പ്ലാന്റ്സ് അടങ്ങിയ ഒരു ബഞ്ച് ആക്കിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ചൈന ആസ്റ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഫ്ലവർ ആണ് കാർണേഷൻ. കാർണേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഫ്ലവർ ആണ് ഫ്ലവർ ഡെക്കറേഷൻസിനെ സംബന്ധിച്ചിടത്തോളം. ഡയാന്തസ് കാരിയോഫിലേസിയ ഫാമിലി. 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് കാർണേഷനിൽ നിന്നുണ്ടാകുന്നത്. സ്റ്റാൻഡേർഡ് ഫ്ലവേഴ്സും സ്പ്രേ ഫ്ലവേഴ്സ്. സ്റ്റാൻഡേർഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നീളമുള്ള സ്റ്റോക്കിൽ വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും. അതേസമയം സ്പ്രേ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും. അത് കുറച്ചുകൂടെ വാമർ ക്ലൈമറ്റിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇതാണ് സ്പ്രേ ടൈപ്പ് കാർണേഷൻ. അർക്ക ഫ്ലെയിമും അർക്ക തേജസും IHRയിൽ നിന്ന് റിലീസ് ചെയ്ത 2 കാർണേഷൻ വെറൈറ്റിയാണ്. അർക്ക ഫ്ലെയിം സ്റ്റാൻഡേർഡ് ടൈപ്പും അർക്ക തേജസ് സ്പ്രെഡിങ് ടൈപ്പ് വെറൈറ്റിയും. ഇനി അടുത്ത ക്രൈസാന്തിമമാണ്. ക്രൈസാന്തിമത്തിനകത്ത് ഡെൻഡ്രാന്തിമ ഗ്രാൻഡിഫ്ലോറ എന്നാണ് പേര്. ആസ്ട്രേസിയ ഫാമിലിയാണ്. സിംഗിൾ ലാർജ് ഫ്ലവർ ഉള്ള സ്റ്റാൻഡേർഡ് ടൈപ്സും ഉണ്ട്, സ്പ്രേ ടൈപ്സും ഉണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പോട്ട് പംസ് ഉണ്ട്. പോട്ട് പംസ് എന്ന് പറയുന്നത് കുഞ്ഞു പ്ലാന്റ്സ് ആണ്, ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സ്. അതിനകത്ത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അതൊരു പോട്ടഡ് പ്ലാന്റ്സ് ആയിട്ടാണ്. വളരെ പോട്ടഡ് പ്ലാന്റ്സ് ക്രൈസാന്തിമം വളരെ കൊമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. നമ്മുടെ ഇങ്ങോട്ടല്ല, വേറെ കൺട്രീസ്, പുറത്തുള്ള കൺട്രീസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പോട്ടഡ് ക്രൈസാന്തിമം, ഡ്വാർഫ് ആയിട്ടുള്ള ക്രൈസാന്തിമം. IHR കുറെ വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ദിര, കീർത്തി, റെഡ് ഗോൾഡ്, നീലിമ, പങ്കജ്, രാഖി, അങ്ങനെ കുറെ വെറൈറ്റീസ്. അതുപോലെ അർക്ക ഗംഗ, അർക്ക പിങ്ക് സ്റ്റാർ, അർക്ക രവി, അർക്ക സ്വർണ, അങ്ങനെ കുറെ വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഉഷ കിരൺ എന്ന് പറയുന്നത് ക്രൈസാന്തിമത്തിന്റെ ഒരു മ്യൂട്ടൻ വെറൈറ്റിയാണ്. ഇനി ക്രൈസാന്തിമത്തിന്റെ പ്രത്യേകത അതിന്റെ ഫ്ലോററ്റിന്റെ അറേഞ്ച്മെന്റിനനുസരിച്ച് അതിന് പല പല ക്ലാസസ് ഉണ്ട്. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സിംഗിൾ, സെമി ഡബിൾ, അനീമോൺ, പോംബോൺ, ഇൻകർവ്, റിഫ്ലെക്സിങ് ഇൻകർവ്, റിഫ്ലെക്സ് ഡെക്കറേറ്റീവ്, അങ്ങനെ പല പല ക്ലാസസ് ക്രൈസാന്തിമത്തിനുണ്ട്. ഇതൊരു ജനറൽ ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് തോന്നിയില്ല. ഇനി വരുന്നത് ജർബറ. ജർബറ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കട്ട് ഫ്ലവർ ആണ്. ഫ്ലവർ ഡെക്കറേഷൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ്റ്ററേസിയ ഫാമിലിയാണ്. ഇതിൽ നിന്ന് കുറെ വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. IHRയിൽ നിന്ന് അർക്ക കൃഷിക, അർക്ക നെസാര ആൻഡ് അർക്ക അശ്വ, ഇത്രയും വെറൈറ്റീസ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. TNAയിലെ ഏർക്കാട് റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് 2 വെറൈറ്റീസും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ജർബറയ്ക്ക് ഒരുപാട് കൊമേഴ്ഷ്യൽ വെറൈറ്റീസ് ഉണ്ട്. അതായത് കൊമേഴ്ഷ്യലി പ്രൈവറ്റ് കമ്പനീസ് റിലീസ് ചെയ്തിരിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പല പല കളേഴ്സിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ജർബറയുടെ വേറെ 2 കോമൺ നെയിംസ് ആണ് ട്രാൻസ്വാൾ ഡെയ്സി അല്ലെങ്കിൽ ബാർബേറ്റൺ ഡെയ്സി. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്രോപ്പാണ് ഹെലിക്കോണിയ. ഹെലിക്കോണിയയുടെ ഫാമിലി ഹെലിക്കോണിയസെ തന്നെ. ഹെലിക്കോണിയക്ക് 2 ഡിഫറെന്റ് സ്പീഷീസ് ഇമ്പോർട്ടന്റ് ആണ്. ഇറക്റ്റ് ഹെലിക്കോണിയ, നമ്മൾ സാധാരണ ഇങ്ങനെ നീളനായിട്ട് നിൽക്കുന്ന ഹെലിക്കോണിയയുടെ സ്പീഷീസ് സിറ്റക്കോറം ആണ്. ബ്രാക്ട് പോയിന്റിങ്, ബ്രാക്റ്റ് ആണ് ആക്ച്വലി ഹെലിക്കോണിയയുടെ ആ ഷോയി ആയിട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ബ്രാക്റ്റ് ആണ്. കളർഫുൾ ബ്രാക്റ്റ് ആണ് അതിന്റെ ഒരു എക്കണോമിക് പാർട്ട് എന്ന് പറയാം. എക്കണോമിക് പാർട്ട് അല്ലെങ്കിൽ എസ്തെറ്റിക് പാർട്ട് എന്ന് പറയുന്നത് പെറ്റൽസ് അല്ല, ബ്രാക്സ് ആണ്. ഇറക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് സിറ്റക്കോറം. പെൻഡന്റ് ആയിട്ടുള്ള സ്പീഷീസ് റോസ്ട്രേറ്റ ആണ്. അതിന്റെ ബ്രാക്സ് പോയിന്റിങ് ഡൗൺവേർഡ്സ് ആണ്. ഇതാണ് ഹെലിക്കോണിയയിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രോപ്പാണ് റോസ്. റോസ് POPയിൽ മെൻഷൻ പോലും ചെയ്തിട്ടില്ല, പക്ഷെ റോസ് വളരെ ഇമ്പോർട്ടന്റ് ക്രോപ്പാണ് ഇന്ത്യയിൽ. റോസിന് 2 രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൂസ് ഫ്ലവർ റോസസും ഉണ്ട്, പിന്നെ കട്ട് ഫ്ലവേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് റോസ് ഉണ്ട്. ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന 3 ഇമ്പോർട്ടന്റ് സ്പീഷീസ് ഓഫ് റോസ് ആണ്. ഒന്ന് റോസ ഡമസീന, അതായത് ഡമാസ്ക് റോസ്, പിന്നെ ഒന്ന് എഡ്വേർഡ് റോസ്, അതായത് റോസ ബോർബോണിയാന, പിന്നെ വരുന്നത് ആന്ധ്ര റെഡ് റോസ് എന്ന് പറയുന്ന റോസ സെന്റിഫോളി. ഇത് 3ഉം ഓയിൽ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വെറൈറ്റീസ് ആണ്, 3 സ്പീഷീസുകളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് റോസ് ഓയിലിന്റെ കാര്യത്തില്. റോസിൽ നിന്ന് ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. റോസ് ഓയിലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഇത് ഈ പറഞ്ഞ സ്പീഷീസുകളിൽ നിന്നാണ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നൂർജഹാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെറൈറ്റി ഓഫ് ഡമാസ്ക് റോസ് യൂസ്ഡ് ഫോർ ഓയിൽ എക്സ്ട്രാക്ഷൻ.
പിന്നെ ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൽസിന്റെ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് റോസ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. 1 കിലോഗ്രാം റോസ് ഓയിൽ കിട്ടണമെങ്കിൽ 3000 to 4000 കിലോഗ്രാം റോസ് പെറ്റൽസ് ആണ് വേണ്ടത് ഫോർ 1 കിലോഗ്രാം റോസ് ഓയിൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ. വാട്ടർ ഡിസ്റ്റിലേഷൻ ഓഫ് പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞാൽ റോസ് വാട്ടർ കിട്ടും. ഒരുപാട് കോസ്മെറ്റിക്സിനും പിന്നെ പെർഫ്യൂമറി, അതുപോലെ ഫ്ലേവറിംഗ് ഏജന്റ്, കൺഫെക്ഷണറി ആയിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റോസ് അത്തർ. റോസ് അത്തർ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഡിസ്റ്റിൽഡ് പ്രോഡക്റ്റ് ആണ്. വാട്ടർ ഡിസ്റ്റിൽഡ് പ്രോഡക്റ്റ്, അതായത് റോസ് വാട്ടറിനെ പോലെ തന്നെ, പക്ഷെ ഇത് സാൻഡൽവുഡ് ഓയിലാണ് കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് റോസ് അത്തർ എന്ന് പറയുന്നത്. അത് ഇതുപോലെ അഗർബത്തീസിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള ടുബാക്കോസിലും ഉപയോഗിക്കുന്നുണ്ട്. ഗുൽഖണ്ഡ് വളരെ ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ്. ഗുൽഖണ്ഡ് എന്ന് പറയുന്ന റോസ് പെറ്റൽസും ഷുഗറും ഈക്വൽ റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നതിനെയാണ് ഗുൽഖണ്ഡ് എന്ന് പറയുന്നത്. ഗുൽഖണ്ഡിന്റെ ഉപയോഗിക്കുന്ന റോസ് എഡ്വേർഡ് റോസ് ആണ് ഗുൽഖണ്ഡിന് വേണ്ടി, സോൾലി ഫോർ ഗുൽഖണ്ഡ് മേക്കിംഗ് എഡ്വേർഡ് റോസ്. ഗുൽഖണ്ഡ് ഒരു ലാക്സേറ്റീവ് ഒക്കെയാണ്, അതായത് മെഡിസിനൽ ഒരുപാട് വാല്യൂസ് ഉള്ള ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ് ഗുൽഖണ്ഡ്. പിന്നെ വരുന്നത് പങ്കുരി എന്ന് പറയുന്നത് ഡ്രൈഡ് പെറ്റൽസ് ആണ്, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഫ്രൂട്ട്സ് ഓഫ് റോസ് എന്ന് പറയുന്നത് ഹിപ്സ് ആണ്. ഹിപ്സ് എന്നാണ് അതിനെ പറയുന്നത്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള 150 മില്ലിഗ്രാം പെർ 100 ഗ്രാം ആണ് അതിന്റെ ഇത് വരുന്നത്. അപ്പം ഫ്രൂട്ട് ഓഫ് റോസ് ഹിപ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അതിനകത്താണ്. അതും ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ് റോസിന്റെ. ഇനി റോസിന് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. അതായത് മോഡേൺ ഡേ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹൈബ്രിഡ് ടീസ്, ഫ്ലോറിബണ്ടാസ്, പോളിയാന്തസ്, മിനിയേച്ചർ റോസസ്, ക്ലൈംബേഴ്സ്, റാംബ്ലേഴ്സ്, ഇങ്ങനെ പല ഡിഫറെന്റ് ഇതുണ്ട്. അതിനകത്തെല്ലാം വരുന്ന വെറൈറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് റോസിന്. കുറച്ച് വെറൈറ്റീസ് ഇതിനകത്ത് പ്രധാനമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കാര്യം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ മോഹിനി എന്ന് പറയുന്നത് ഫ്ലോറിബണ്ടയിലെ ഒരു വെറൈറ്റി ആണ്. മോഹിനിയുടെ പ്രത്യേകത അത് ചോക്ലേറ്റ് കളേർഡ് വെറൈറ്റി എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ കളർ ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് കളറാണ് മറ്റുള്ള കളേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി മിനിയേച്ചർ റോസസ് ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്, റാംബ്ലേഴ്സ് ഉണ്ട്. അങ്ങനെ റോസിന് ഒരുപാട്, കൊമേഴ്ഷ്യലി പറയുകയാണെങ്കിൽ റോസ് ഫ്ലവേഴ്സിന് ഒരുപാട് പല പല ഡിഫറെന്റ് പർപ്പസസ് ഉള്ളത്. അതിനു പുറമെ റോസിന്റെ ഈ ഡിഫറെന്റ് ക്ലാസസിന് പല രീതിയിലുള്ള ഗാർഡൻ യൂട്ടിലിറ്റി ഉണ്ട്. അതായത് ക്ലൈംബേഴ്സ് ഉണ്ട്, ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ പല 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 കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗാർഡനിങ്ങിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ക്രോപ്പ് ആണ് റോസസ്. അപ്പൊ കൊമേഴ്ഷ്യലി എന്താണ് ഫ്ലോറിക്കൾച്ചർ കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു വലിയ ബ്രോഡ് ഏരിയയാണ്. അതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെൻഷൻ ചെയ്തു. ഇനി ഇതുപോലെ വേറൊരു ഇതാണ് ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്, ഫ്ലോറിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനകത്ത് ഇന്നിപ്പോ കുറച്ച് ലിവിങ് കമ്പോണൻസ്, കുറച്ച് നോൺ ലിവിങ് കമ്പോണൻസും, ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത സെഷനിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ലാൻഡ്സ്കേപ്പിംഗിന്റെയും ഗാർഡന്റെയും കമ്പോണൻസ് ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അതിനകത്ത് ലിവിങ് കോമ്പോണൻസും നോൺ ലിവിങ് കോമ്പോണൻസും ഉണ്ട്. ലിവിങ് കോമ്പോണൻസ് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ട്രീസ് ഒക്കെ ഒരുപാടുണ്ട്. അതിൽ ട്രീസിനൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിരിക്കുന്നത് അതിന്റെ ഫ്ലവർ കളർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യെല്ലോ ഫ്ലവറിംഗ് ട്രീ, അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എക്സാമ്പിൾസ് അറിയണം. പിന്നെ ഷ്രബ്സും ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുണ്ട്. ഇതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫ്ലവറിംഗ് ഷ്രബ്സിനും ഫ്രാഗ്രന്റ് ഫ്ലവേർഡ് ഷ്രബ്സിനും എക്സാമ്പിൾ പഠിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യം പഠിക്കണം. അതായത് ഫ്ലവറിംഗ് ഷ്രബ്സ് ബൊഗൺവില്ല, ഹിബിസ്കസ് ഒക്കെ ഉണ്ട്. ഫോളിയേജ് ഷ്രബ്സ് ഉണ്ട്, മുറയ എക്സോട്ടിക്ക ഒക്കെ ഫോളിയേജ് ഷ്രബ്സ് ആണ്. ഫ്രാഗ്രന്റ് ഫ്ലവറിംഗ് ഷ്രബ്സ് ഉണ്ട്, ജാസ്മിനും ഗാർഡീനിയൊക്കെ ഫ്രാഗ്രന്റ് ഫ്ലവറിംഗ് ഷ്രബ്സ് ഉണ്ട്. അങ്ങനെ ഷ്രബ്സിന് തന്നെ ഒരുപാട് അതിന്റെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് തന്നെ പല 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 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതും അടുത്ത ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം.
ഇനി വരുന്നത് ഹെർബ്സ് ആണ്. ഹെർബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഷ്രബ്സിനേക്കാൾ ചെറുതായിട്ടുള്ള നോൺ വുഡി ആയിട്ടുള്ളതാണ്. അത് ലാൻഡ്സ്കേപ്പിനെ ലൈവ്ലി ആക്കുന്നത് ഹെർബ്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഷ്രബ്സും ട്രീസും ഒക്കെ എപ്പോഴും പെർമനന്റ് ആയിട്ട് കാണുന്നതാണ് ഗാർഡൻസിനകത്ത്. ഈ ഹെർബ്സിന് ലൈഫ് സൈക്കിൾ വളരെ കുറവായതുകൊണ്ട് ഒരു സൈക്കിളല്ലേ ഉള്ളൂ, ഒറ്റ ലൈഫ് സൈക്കിളേ ഉള്ളൂ. അതുകൊണ്ട് അത് കഴിയുമ്പോൾ അത് ഡെഡ് ആയി പോകും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് ലൈവ്ലി ആക്കി മാറ്റുന്നത് ഹെർബ്സ് ആണെന്ന് പറയുന്നത്. ആനുവൽ ഹെർബ്സും പെർണിയൽ ഹെർബ്സും വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിംഗ് ഉണ്ട്, ഫോളിയേജ് ഉണ്ട്, അങ്ങനെ പല പല കൈൻഡ് ഉണ്ട്. പിന്നെ ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ്, ട്രെയിലേഴ്സ്, റാംബ്ലേഴ്സ്, അങ്ങനെ പല പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് ലിവിങ് കമ്പോണൻസിന്റെ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആണ് ഫേൺസ് എന്ന് പറയുന്നത്. ഫേൺസ് ടെറഡോഫൈറ്റയിൽ വരുന്ന പ്ലാന്റ്സിനെയാണ് ഫേൺസ് എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ, എപ്പിഫൈറ്റിക്, അക്വാട്ടിക് ഉണ്ട്. ഈ കുറെ ഫേൺസ് ഇപ്പം ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വരുന്ന പിന്നെ ക്ലബ് മോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സെലാജിനല്ല. പിന്നെ കാക്ടസ് ആൻഡ് സക്കുലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാക്ടസും സക്കുലൻസും എല്ലാം ഇപ്പം ഗാർഡനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പിന്നെ വരുന്നത് ബൾബസ് ഓർണമെന്റൽസ്. ബൾബസ് ഓർണമെന്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് കാണും. ഇപ്പം ഗ്ലാഡിയോളസിനാണെങ്കിൽ നമ്മൾ പ്രൊപ്പഗേറ്റിംഗ് സ്ട്രക്ചർ പഠിച്ചല്ലോ. ഗ്ലാഡിയോളസിന് കോംസ് ആണ്, ട്യൂബറോസിന് ബൾബ് ഉണ്ട്, ഹെലിക്കോണിയക്കൊക്കെ റൈസോംസ് ആണ്. ഹെലിക്കോണിയ ഉണ്ട്, ഓർണമെന്റൽ ജിഞ്ചേഴ്സ് ഉണ്ട്, ഇതിനൊക്കെ റൈസോംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓർണമെന്റൽസിന് അൺഫേവറബിൾ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും അതിന്റെ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ആ അൺഫേവറബിൾ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല പ്രൊപ്പഗേഷൻ മെറ്റീരിയലും ആണ്. പിന്നെ വരുന്നത് പാംസ് ആണ്. ഇപ്പം ലാൻഡ്സ്കേപ്പിങ്ങിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഇത് പാംസ് ആണ്. അതായത് ഇപ്പൊ സിംഗിൾ സ്പെസിമെൻ ആയിട്ട് വയ്ക്കുന്ന പ്ലാന്റ്സ്, അതുപോലെ അവന്യൂ പ്ലാന്റിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾക്കുള്ള പാംസ് ഇമ്പോർട്ടന്റ് ആണ്. സിംഗിൾ സ്പെസിമെൻ വെക്കുന്ന പ്ലാന്റിന് എക്സാമ്പിൾ ആണ് അരേക്ക ട്രയാൻഡ്ര. പിന്നെ അവന്യൂ പ്ലാന്റിങ്ങിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാമാണ് റോയ്സ്റ്റോണിയ റീജിയ. പിന്നെ ഇൻഡോർ ആൻഡ് പോട്ടിംഗ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രൈസാലിഡോകാർപ്പസ് ലൂട്ടസിൻസ്. ഇനി സൈക്കാഡ്സ് ഉണ്ട്. സൈക്കാഡ്സ് ഒക്കെ നമ്മൾ CC എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ സൈക്കാഡിലാണ് വരുന്നത്. അത് പോട്ടിലും വളർത്താൻ പറ്റും, പിന്നെ ഗ്രൗണ്ടിലും വളർത്താൻ പറ്റും. പിന്നെ കോണിഫേഴ്സ് ഉണ്ട്. കോണിഫേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം തൂജ, കുപ്രസസ്, അങ്ങനെ ക്രിസ്മസ് ട്രീ പോലത്തെ അതെല്ലാം കോണിഫേഴ്സിനകത്താണ് വരുന്നത്. പിന്നെ ബാംബൂസ് ആൻഡ് ഗ്രാസസ് ഉണ്ട്. ഗ്രാസസ് ആക്ച്വലി ഇത് ഒന്നും മെൻഷൻ ചെയ്യാത്തതിന് കാരണം ലോൺ എന്ന് പറയുന്ന ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പാർട്ട് ഉണ്ട്. അത് അടുത്ത സെഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ റെഗുലർ ആയിട്ട് വന്ന് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെത്തേഡ് ഓഫ് പ്ലാന്റിങ്, അതിന്റെ മെയിൻ്റെനൻസ്, അതിന്റെ വാം സീസൺ ഗ്രാസസ്, കൂൾ സീസൺ ഗ്രാസസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്നത് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അത് വാട്ടർ ലില്ലിയും മറ്റു പ്ലാന്റ്സും. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഫ്ലവർ ബെഡ്സ് ആൻഡ് ബോർഡേഴ്സ്. അതായത് നമ്മൾ ആനിമൽസിനെയും പെറണിയൽസിനെയും എല്ലാം ഗ്രൂപ്പ് ചെയ്താണ് എപ്പോഴും ഗാർഡനിൽ വളർത്താറ്. അങ്ങനെ വരുമ്പോൾ അതിനെ ബെഡ്സ് ആൻഡ് ബോർഡേഴ്സ് ആവും. ഒരു ഫോർമൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതും അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം ഫോർമൽ ഗാർഡൻ ജസ്റ്റ് നമ്മളൊരു സിമെട്രിക്കൽ ആയ ഒരു ഗാർഡൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫീച്ചറാണ് ഫ്ലവർ ബെഡ്സ്. പിന്നെ വരുന്നത് ഈ ബോർഡേഴ്സ് ആണ് എപ്പോഴും ബൗണ്ടറികൾ, അതുപോലെ ഫെൻസിങ്, അങ്ങനെ വിഷ്വൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ബോർഡേഴ്സിന്, ഫ്ലവർ ബോർഡേഴ്സിന്. നമ്മൾ എന്തൊക്കെ കൈൻഡ് ഓഫ് പ്ലാന്റ്സിനാണോ വളർത്തുന്നത് അതിനനുസരിച്ച് അത് ഹെർബേഷ്യസ് ബോർഡേഴ്സ് ഉണ്ട്, മിക്സഡ് ബോർഡേഴ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോർഡേഴ്സ് ഉണ്ട്. അതിനും ജസ്റ്റ് എന്തൊക്കെ പ്ലാന്റ്സ് ആണ് വളർത്തുന്നത് എന്നൊരു എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലാതെ വൺ വേർഡ് ആയിട്ടും വരാം. പാർട്ട് ഓഫ് കാർപ്പറ്റ് ബെഡിങ് എന്ന് പറയുന്നത് ലോ ഗ്രോയിങ് പെരനിയൽസിനെ നമ്മൾ വളർത്തിയിട്ട് അതിനെ ട്രിം ചെയ്ത് ഒരു ഡിസൈൻ ആക്കി, ഇപ്പൊ ലെറ്റേഴ്സ് ഒക്കെ ഗാർഡനിൽ എഴുതുന്നതിനെയാണ് കാർപ്പറ്റ് ബെഡിങ് എന്ന് പറയുന്നത്. മിക്കവാറും അതൊരു ഫിഗറോ അല്ലെങ്കിൽ ഒരു ആൽഫബെറ്റോ ആയിരിക്കും. പക്ഷെ ഇത് ടോപ്പിയറി അല്ല. ടോപ്പിയറി വ്യത്യാസമാണ്. ടോപ്പിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഈ ഒരു ആനയുടെ പടം കൊടുത്തേക്കുന്നത്, അതായത് നമ്മൾ ഒരു പ്ലാന്റിനെ വളർത്തി അതിനെ നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുക. അതിൽ നമ്മൾ അതിനകത്തൊരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് അതിനനുസരിച്ച് അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ വളർത്തുന്നതിനെയാണ് ടോപ്പിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വ്യത്യാസമാണ്. കാർപ്പറ്റ് ബെഡിങ് എന്താണെന്നും ടോപ്പിയറി എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഇതിന് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത്
ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രീക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഒബ്ജക്റ്റ്, ഒരു മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ, അതിന് ചുറ്റും പോട്ട്സിൽ പ്ലാന്റ്സിനെ നട്ടുവെക്കുന്നതിനെയാണ് ട്രോഫി എന്ന് പറയുന്നത്. ഇവിടെ താഴെ കൊടുത്തേക്കുന്നത് ട്രോഫിയുടെ ഫോട്ടോയാണ്. ഇനി വരുന്നത് ഹെഡ്ജസ് ആണ്. ഹെഡ്ജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രീസ് അല്ലെങ്കിൽ ഷ്രബ്സിനെ റെഗുലർ ഇന്റർവെൽസിൽ ഇങ്ങനെ സ്ക്രീൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. അത് ഓർണമെന്റലും ഉണ്ട്, പ്രൊട്ടക്റ്റീവും ഉണ്ട്. അതിൽ തന്നെ പ്ലാന്റ് ചെയ്യുന്ന ചെടികൾക്കനുസരിച്ച് അതിന് പർപ്പസുകളും വേറെയാണ്. ചിലത് ഫെൻസിങ്ങിന് വേണ്ടിയായിരിക്കും, ചിലത് ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും, ചിലത് ഗാർഡൻ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിരിക്കും. അങ്ങനെ പല പല പർപ്പസ് ഉണ്ട്. ഇതിനും എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇതാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ആണ്. ഫ്ലവർ ബെഡ്സ് എന്താണ്, ഫ്ലവർ ബോർഡേഴ്സ് എന്താണ്, കാർപ്പറ്റ് ബെഡിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇങ്ങനെ തറയിൽ ചേർന്ന് നമ്മൾ വെട്ടിവെക്കുന്നതാണ്. എഡ്ജിങ് ഉണ്ട്. എഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ്സിനെ, അതായത് ഈ ഷ്രബ്സ് അല്ല, കുഞ്ഞ് ലോ ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ലോണിന്റെ ഒക്കെ ബൗണ്ടറി ആയിട്ട് ചെറുതായിട്ട് നട്ടു വെക്കുന്നതാണ് എഡ്ജിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കമ്പോണന്റ് ആണ് ഗ്രൗണ്ട് കവേഴ്സ്. ഗ്രൗണ്ട് കവേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഗ്രൗണ്ട് ഫുൾ കവർ ചെയ്ത് വളർത്തുന്നത്. അതിന് ഓർണമെന്റൽ പർപ്പസിന് പുറമെ സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി കൂടെ ഉണ്ട്. അപ്പൊ എഡ്ജിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എഡ്ജിങ്ങിന്റെ പ്രത്യേകത നമുക്ക് ലിവിങ് ആൻഡ് നോൺ ലിവിങ് മെറ്റീരിയൽസ് രണ്ട് രീതിയിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ലിവിങ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, നോൺ ലിവിങ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോൺസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഗ്രൗണ്ട് കവറും പറഞ്ഞു, എറോഷനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയിരിക്കാം. ഇനി നോൺ ലിവിങ് കമ്പോണൻസിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഡ്രൈവ്സ്, വാക്സ്, പാത്സ്, സ്റ്റെപ്പ്, ഇതെല്ലാം ഈ പ്ലാന്റ്സ് ഒഴികെയുള്ള വേറെ എല്ലാ കാര്യങ്ങളും നോൺ ലിവിങ് കമ്പോണൻസിനകത്താണ് വരുന്നത്. പിന്നെ വരുന്നത് ഗാർഡൻ പവിലിയൻസ്. ഗാർഡൻ പവിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൂഫ് ഉള്ള ഒരു സാധനം. അപ്പൊ നമ്മള് അതിനകത്ത് റിലാക്സേഷന് വേണ്ടിയിട്ട് ആൾക്കാർ കയറാറുണ്ട്. അതാണ് ഗാർഡൻ പവിലിയൻസ്, അങ്ങനത്തെ സ്ഥലങ്ങൾ. ഗസീബോ എന്ന് പറയുന്നത് നമുക്ക് ഗാർഡനകത്തുള്ള ഒരു സ്ട്രക്ചറാണ്. അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഗാർഡന്റെ ഫുൾ വ്യൂ കിട്ടും. അതാണ് ഗസീബോ. പിന്നെ വരുന്നത് ബാൻഡ് സ്റ്റാൻഡ്. ബാൻഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ വലിയ വലിയ ഗാർഡൻസിനെല്ലാം ബാൻഡ് സ്റ്റാൻഡ് കാണുന്നത്. ബാൻഡ് വന്ന് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമാണ് ബാൻഡ് സ്റ്റാൻഡ്. ഇതെല്ലാം ഗാർഡനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ്. പിന്നെ ഐലൻഡ്സ് ഉണ്ട്, വാട്ടർ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗാർഡൻ എൻക്ലോഷേഴ്സ്. എൻക്ലോഷേഴ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതാണ് വാൾസ്, ഫെൻസസ്, ഗേറ്റ്സ് എല്ലാം വരുന്നത്. പിന്നെ ഗാർഡൻ അഡോൺമെന്റ്സിനകത്ത് ഈ ലാൻറ്റേൺസ്, സ്റ്റാച്യൂസ്, ബ്രിഡ്ജസ്, സീഡ്സ്, ഇതെല്ലാം വരുന്നത് ഗാർഡൻ എൻറിച്ച്മെന്റ് ആണ്. അതായത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വലിയ ഗാർഡനുകളിലെല്ലാം കുറച്ചുകൂടെ യൂട്ടിലിറ്റി പർപ്പസും ഉണ്ട്, അതിന് പുറമെ എസ്തെറ്റിക് ഇത് വാല്യൂ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം നോൺ ലിവിങ് കമ്പോണൻസിലാണ് വരുന്നത്. ഇനി ആർച്ചസ് ഉണ്ട്. ആർച്ചസ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ റാംബ്ലേഴ്സ് ആയിട്ടുള്ള ചെടികൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആർച്ചസ് ഉണ്ട്. ആർച്ചസിന്റെ കണക്ടിങ് സീരീസിനെ ആണ് പെർഗോളാസ് എന്ന് പറയുന്നത്. അപ്പൊ ആർച്ചസും പെർഗോളാസ് തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. പിന്നെ വരുന്നത് ട്രെല്ലിസ് ആണ്. ട്രെല്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോൾസ് വെച്ചിട്ട് ഈ ക്ലൈംബിംഗ് ആയിട്ടുള്ള സാധനങ്ങളെ ക്ലൈംബ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ട്രെല്ലിസ് ഉള്ളത്. പിന്നെ ടബ്സ്, വാസസ്, ഏൺസ്, ഇതെല്ലാം ഉണ്ട്. ബേർഡ് ബാത്ത്. ബേർഡ് ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വലിയ ഗാർഡൻസിലെല്ലാം ബേർഡ് ബാത്ത് കാണും. ഒരു ബൗൾ വെസൽ ഷേപ്പ് ഒരു കണ്ടെയ്നർ, അതിനകത്ത് വെള്ളം കാണും. ബേർഡ്സിന് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഇത് ആർച്ചാണ്. രണ്ടാമത്തെ ഫോട്ടോ ഇതാണ് പെർഗോളാസ്. പിന്നെ ഇത് വരുന്നത് ഫ്ലോറൽ ക്ലോക്ക് ആണ്. ഫ്ലോറൽ ക്ലോക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറൽ ക്ലോക്ക് ഈസ് എന്താണ് ഫീച്ചർ ഓഫ് എന്ന് പറഞ്ഞ് ഗാർഡനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ഫ്ലോറൽ ക്ലോക്ക് ഉള്ളത് ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഫ്ലോറൽ ക്ലോക്ക് ഉള്ളത്. അത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഫ്ലോറൽ ക്ലോക്ക്. അതായത് ഡയല് നമ്മൾ കാർപ്പറ്റ് ബെഡിങ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. മെഷീനറി ഉണ്ട്, അത് ഇലക്ട്രിസിറ്റി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് ഫ്ലോറൽ ക്ലോക്ക്. അതിന് പറ്റിയ ഇത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടർനാന്ത്രയാണ് ഏറ്റവും പറ്റിയ ഫ്ലോറൽ ക്ലോക്കിന് ബെഡിങ് ചെയ്യുന്ന ക്രോപ്പ്. ഇനി സൺ ഡയൽസ് ഉണ്ട്, അതായത് സമയം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ലാൻറ്റേൺസ് ഉണ്ട്, പ്ലാൻ സ്റ്റാൻഡ്സ് ഉണ്ട്, പല കൈൻഡ് ഓഫ് പ്ലാൻ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ട്. ഇത്രയാണ് ആദ്യം തുടക്കത്തില് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ് എന്താണ് ഗാർഡനിലുള്ള ഗാർഡൻ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. ഇതൊരു ബേസിക് ഐഡിയ ആണ്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത സെഷനിൽ ഞാൻ ചെയ്യാം. ഇപ്പൊ എന്തായാലും സമയം
കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ട് എന്നാണെങ്കിൽ എനിക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാമോ? അപ്പം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതെല്ലാം. ഹൗ ക്യാൻ വി സ്റ്റോർ ദ കോംസ് ഓഫ് ഗ്ലാഡിയോളസ് ആഫ്റ്റർ ഹാർവെസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹാർവെസ്റ്റിന് ശേഷം ഗ്ലാഡിയോളസ് കോംസ് സ്റ്റോർ ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഗ്ലാഡിയോളസ് കോംസ് സ്റ്റോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാറാണ്. എന്നുവെച്ചാൽ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂംസിൽ ഓപ്പൺ ആയിട്ടാണ് സാധാരണ ഗ്ലാഡിയോളസ് കോംസ് സ്റ്റോർ ചെയ്യുന്നത്. ലോങ് ടേം സ്റ്റോറേജിന്റെ കാര്യം എനിക്ക് ഇപ്പം ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അത് ഒരു കാര്യം ചെയ്യും, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് നോക്കിയിട്ട് അത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ നോട്ടിനകത്ത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യം ഇപ്പൊ കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയണ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെഷനിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. നോട്ട്സിനകത്ത് കുറച്ചുകൂടെ എക്സ്ട്രാ പോയിന്റ്സ് ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വളരെ ക്രിസ്പായിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആരും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത സെഷൻ മെയ് 12-ാം തീയതിയാണ്. ഇതിന്റെ ബാക്കിയാണ്. എന്തെങ്കിലും കവർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കവർ ചെയ്യാം. ഇല്ലാതെ ബാക്കി ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡനിങ്, പിന്നെ ടൈപ്സ് ഓഫ് ഗാർഡൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അടുത്ത ഇതിനകത്താണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ താങ്ക് യു ഓൾ. അടുത്ത സെഷനിൽ കാണാം.